ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം എനിക്ക് വന്നിരിക്കുന്ന ഒരു മെയിലിനെ കുറിച്ചാണ് പറയുന്നത്. എ റിമൈൻഡർ ടു ഫോളോ യൂട്യൂബ് ഷോപ്പിംഗ് അഫിലിയേറ്റ് പ്രൊഡക്റ്റ് ടാഗിംഗ് ഗൈഡ് ലൈൻ എന്ന് പറഞ്ഞാണ് ഈ ഒരു മെയിലെല്ലാം വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ ഒരു ചാനലിൽ പറ്റിയിരിക്കുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചെല്ലാമാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് പ്രൊഡക്ട്സ് എല്ലാം ടാഗ് ചെയ്തിരുന്നു. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ദിസ് ഇമെയിൽ ഈസ് എ റിമൈൻഡർ ഓഫ് യൂട്യൂബ് ഷോപ്പിംഗ് പ്രൊഡക്റ്റ് ടാഗിംഗ് ഗൈഡ് ലൈൻ ഇൻ അഡീഷൻ ടു റിമൂവൽ ഓഫ് പ്രൊഡക്റ്റ് ടാഗ്സ് ദാറ്റ് ഡു നോട്ട് മീറ്റ് ദീസ് ഗൈഡ് ലൈൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഞാൻ കുറച്ച് പ്രൊഡക്റ്റ് എല്ലാം ടാഗ് ചെയ്തിരുന്നത് ഇത് ഈ ഒരു പ്രൊഡക്റ്റ് ടാഗ് ഗൈഡ് ലൈനുമായി ഇത് മാച്ച് ചെയ്യാത്തത് കൊണ്ട് തന്നെ അതെല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ റിപ്പീറ്റായി നമ്മൾ ഈ ഒരു വയലേഷൻ എല്ലാം ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മുടെ അഫിലിയേറ്റ് പ്രോഗ്രാം എല്ലാം ആക്സസ് എല്ലാം നഷ്ടപ്പെടാനെല്ലാം കാരണമാകും. അതായത് പിന്നീട് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ടാഗ് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഒരു മെയിലെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കുക. എൻ്റെ ചില വീഡിയോസിൽ ഞാൻ മൈക്രോഫോൺ എല്ലാം തന്നെ അതായത് മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുന്ന തരത്തിലുള്ള കുറച്ച് മൈക്രോഫോൺ എല്ലാം തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഇതിൻ്റെ ലിങ്ക് എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത്തരത്തിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ലിങ്ക് അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഇത് നമ്മുടെ ഈ ഒരു വീഡിയോയുമായി മാച്ച് ചെയ്യുന്നില്ല എങ്കിൽ അത് നമുക്ക് ഈ ഒരു വയലേഷനിലെല്ലാം വരും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും പ്രൊഡക്റ്റിനെ കുറിച്ചെല്ലാം പറയുമ്പോൾ ആ ഒരു പ്രൊഡക്റ്റുമായി മാച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു വീഡിയോയ്ക്ക് റിലവൻ്റ് ആയ പ്രൊഡക്റ്റ് വേണം ടാഗ് ചെയ്യുന്നതിന്. അല്ലെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഈ ഒരു വാർണിംഗ് എല്ലാം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് പോയിന്റ്സ് എല്ലാം പറയുന്നുണ്ട്. പ്രൊഡക്ട്സ് ആർ ഈസിലി ഐഡന്റിഫയബിൾ ആൻഡ് ഫീച്ചേർഡ് പ്രൊമിനന്റ് ഇൻ യുവർ കണ്ടന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയുമായി മാച്ച് ചെയ്യുന്നതും അതുപോലെ ഈസിലി ഐഡന്റിഫയബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് എല്ലാം ആയിരിക്കണം നമ്മൾ ടാഗ് ചെയ്യേണ്ടത്. പ്രൊഡക്ട്സ് ആർ മീനിങ്ഫുള്ളി റിലേറ്റഡ് ടു യുവർ കണ്ടന്റ് എന്ന് രണ്ടാമത് കറക്റ്റായി കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ വീഡിയോയുമായി ഇതിന് മീനിങ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഒരു കണ്ടന്റിൽ അത് നമ്മൾ ആ പ്രൊഡക്റ്റ് ടാഗ് ചെയ്യുന്നതിൽ അതിലെന്തെങ്കിലും അർത്ഥമെല്ലാം വേണം. ഇപ്പോൾ നിങ്ങൾ ഒരു റിംഗ് ലൈറ്റിനെ കുറിച്ചുള്ള ഒരു വീഡിയോ എല്ലാം ചെയ്യുന്നു. അപ്പോൾ ആ ഒരു റിംഗ് ലൈറ്റിൻ്റെ ആ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് റിംഗ് ലൈറ്റ് ഇതെല്ലാം ടാഗ് ചെയ്യാം. അതായത് ഏത് പ്രൊഡക്റ്റാണ് അതെല്ലാം നോക്കി നിങ്ങൾക്കത് കറക്റ്റായി ടാഗ് ചെയ്യാം. എന്നാൽ ഇങ്ങനെ അല്ലാതെ മറ്റേതെങ്കിലും പ്രൊഡക്റ്റ് എല്ലാം നമ്മൾ ആ ഒരു വീഡിയോയിൽ ടാഗ് ചെയ്യുന്നു. അതായത് ആ വീഡിയോയ്ക്ക് റിലവന്റ് അല്ലാത്ത പ്രൊഡക്റ്റ് എല്ലാം ആണെങ്കിൽ അതെല്ലാം തന്നെ റിമൂവ് ചെയ്യപ്പെടുകയും ഇത് ഈ ഒരു പ്രൊഡക്റ്റ് ടാഗിങ്ങിൻ്റെ വയലേഷനായി കണക്കാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ എനിക്ക് ഈ മെസ്സേജ് വന്നിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇതുപോലെ നിലവിൽ നിങ്ങളുടെ ചാനലിൽ എന്തെങ്കിലും വയലേഷൻ എല്ലാം വന്നിട്ടുണ്ടോ? ഇത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്ന് കൂടി നോക്കാം. ഇതിനായി ആദ്യം തന്നെ നമ്മൾ വൈറ്റി സ്റ്റുഡിയോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം കണ്ടന്റ് എന്നതിൽ പോവുക. ഇനി നിങ്ങൾക്ക് ലോങ് വീഡിയോസ്, ഷോർട്ട് വീഡിയോസ് അതുപോലെ നിങ്ങൾ ചെയ്തിരിക്കുന്ന വീഡിയോസ് എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. ആദ്യം ഞാൻ ഇവിടെ ലോങ് വീഡിയോസിൽ ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ എന്തെങ്കിലും വയലേഷൻ എല്ലാം നിലവിലുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഇതിനായി ഓൾ വീഡിയോസ് എന്നതിൽ ഞാൻ ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കാണാം എൻ്റെ എല്ലാ വീഡിയോസും ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഈ ലെഫ്റ്റ് സൈഡിലായി നമുക്കിവിടെ ഒരു ഫിൽട്ടർ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇതിൽ ടാപ്പ് ചെയ്യുക. അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് ഇവിടെ പ്രൊഡക്ട്സ് എന്നൊരു ലാബലിൽ കുറച്ച് കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത് കാണാം. ഇവിടെ ടാഗിംഗ് വയലേഷൻ എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇത് ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം അപ്ലൈ എന്ന് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നോ മാച്ചിങ് വീഡിയോസ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ എനിക്ക് വയലേഷൻ ഒന്നും തന്നെ വന്നിട്ടില്ല. നേരത്തെ വന്നിട്ടുള്ള ആ ഒരു വയലേഷൻ എല്ലാം തന്നെ ഞാൻ റിമൂവ് ചെയ്തിരുന്നു. അതായത് ആ പ്രൊഡക്റ്റ് എല്ലാം റിമൂവ് ചെയ്തിരുന്നു. അതുപോലെ എനിക്ക് ഇതൊരു വാർണിംഗ് തരത്തിലാണ് ഇപ്പോൾ ഈ ഒരു മെസ്സേജ് അല്ലെങ്കിൽ മെയിലെല്ലാം വന്നിരിക്കുന്നത്. അതിനാൽ തന്നെ വീണ്ടും ഞാൻ ഈ റിപ്പീറ്റായി ഈ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ, ഈ വയലേഷൻ എല്ലാം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ അഫിലിയേറ്റ് പ്രോഗ്രാമിൽ നിന്ന് നമ്മൾ ഇത് ഔട്ടാവുകയും പിന്നീട് നമുക്ക് പ്രൊഡക്റ്റ് ഒന്നും ടാഗ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ വീഡിയോസിലും അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലിലും ഇതുപോലെ വയലേഷൻ എല്ലാം ഉണ്ടോ എന്ന് നോക്കണമെങ്കിൽ ഇതുപോലെ നിങ്ങൾ ഫിൽട്ടർ ചെയ്തതിന് ശേഷം നിങ്ങൾക്കും എന്തെങ്കിലും വയലേഷൻ എല്ലാം വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇതെല്ലാം തന്നെ റിമൂവ് ചെയ്ത് നിങ്ങളുടെ ചാനലും സേഫായി വയ്ക്കുക. കാരണം ഒരുപാട് റിപ്പീറ്റായി നമ്മൾ പലവിധ വയലേഷൻസ് എല്ലാം ചെയ്യുന്നത് ഇത് നമ്മുടെ ചാനലിന് ഗുണം ചെയ്യുന്ന കാര്യമല്ല. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്